എല്ലാവർക്കും നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൻ്റെ പടിഞ്ഞാറ് ഭാഗം കടലിൻ്റെ ഉള്ളിലേക്ക് 1 കിലോമീറ്ററോളം ദൂരം കല്ലിട്ട ഭാഗത്താണ്, ലാസ്റ്റ് ഭാഗത്താണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ച ഒന്ന് നിങ്ങളിലേക്കും പാടെ എത്തിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുടുംബസമേതം വന്ന് ചെറിയ ചിലവിൽ നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടിട്ട് പോകാം. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഈ കാഴ്ച ഒന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, ഹാർബറിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ചെറിയ തോണികളും വലിയ വഞ്ചികളും ബോട്ടുകളൊക്കെ കുറേ നിർത്തിയിട്ടിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ പാറ അടുക്കിയിട്ട് വെച്ചിട്ടുള്ള കുറേ ദൂരം കടലിൻ്റെ ഉള്ളിലേക്കുണ്ട്. അപ്പം താഴത്തൂടെ പോകുകയാണെങ്കിൽ പൊതുവെ ചെറിയ പാറകളാണുള്ളത്. അതേ സ്ഥാനത്ത് മുകളിൽ കയറിയിട്ടാണ് പോകുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെ പോകണം. ഒരു സാഹസിക യാത്രയായിട്ടാണ് നിങ്ങൾ കണക്കാക്കാൻ കണ്ടില്ലേ. വലിയ പാറക്കെട്ടാണ് മുകൾ ഭാഗത്തുള്ളത്. അതിന് മുകളിൽ കൂടെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് പോവുക. അപകട സാധ്യതയുള്ള ഒരു യാത്രയായിട്ട് നിങ്ങൾ കണക്കാക്കണം. അത് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൂടെ തോണികളും ബോട്ടൊക്കെ ഇങ്ങനെ അരികത്തൂടെ പോകുന്നത് കാണാം. അത് വളരെ രസകരമായി നമ്മൾ കടലിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ആ കാഴ്ചയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ല രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ബോട്ട് ഇങ്ങനെ ഹാർബറിൻ്റെ അകത്തേക്ക് കയറി പോകുന്നതും അകത്തുനിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്ന കാഴ്ചകൾ കാണാം. ചില സമയത്ത് ഈ കടലേടി എന്ന് വിളിക്കുന്ന ചെറിയ ഡോൾഫിനുകളൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് കാണാൻ പറ്റും. അപ്പോൾ ചുറ്റുപാടും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 4 ഭാഗവും മുഴുവനായിട്ടും അതിമനോഹരമായിട്ടുള്ള കടലും ദൂരെ കടൽ തീരങ്ങളും കോഴിക്കോട് ബീച്ചിലെ ബിൽഡിങ്ങൊക്കെ നമുക്കിങ്ങനെ ദൂരെ കാഴ്ചയായിട്ട് കാണാൻ പറ്റും. നല്ല സന്ധ്യാസമയത്ത് ഇവിടെ വരികയാണെങ്കിൽ സൂര്യാസ്തമയം നല്ല കൃത്യമായിട്ട് തന്നെ കാണാൻ കഴിയും. സൂര്യൻ അസ്തമിക്കാനായി ആ സമയത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇപ്പോൾ കാണാം. കണ്ടില്ല, അത് കരഭാഗമാണ് കാണുന്നത്. സൂര്യാസ്തമയമായി നല്ല രസകരമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ കിട്ടും. അപ്പോൾ ഈ ഒരു അവസരം ഈ വെക്കേഷൻ സമയത്ത് കുടുംബസമേതം വന്നിട്ട് ഇവിടെ എല്ലാവരും ഒന്ന് കാണുക. താങ്ക് യു.